ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ വെള്ളിയാഴ്ചയല്ലേ, അപ്പോൾ ഇപ്പം തന്നെ സമയം ഒരു 4:50 5 മണിയോളം ആവാറായി. അപ്പോൾ ഞങ്ങളൊന്ന് പുറത്തേക്ക് പോവുകയാണ്. വേറെ എവിടെയല്ല, ഇവിടെ അടുത്തെവിടെ സൂ ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഇതുവരെ ഞാൻ പോയിട്ടില്ല. അപ്പോൾ സൂവിലേക്ക് പോയി പിള്ളേരെയൊക്കെ ഒന്ന് എൻജോയ് ചെയ്യിപ്പിക്കാം, പിന്നെ അവർക്ക് കുറച്ചവിടെ കളിക്കുകയൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ വിചാരിക്കുന്നു. പിന്നെ സന്ധ്യ കഴിഞ്ഞാൽ നല്ല തണുപ്പ് തുടങ്ങും. ഇപ്പോൾ തണുപ്പില്ലെന്നല്ല, അത്യാവശ്യം നല്ല തണുപ്പുണ്ട് ഇപ്പോഴും. നമ്മുടെ മൂക്കും കയ്യും ഒക്കെ നന്നായിട്ട് തണുക്കുന്നുണ്ട്. പിന്നെ ജാക്കറ്റൊക്കെ ആയിട്ട് പോകണം, ഇപ്പം തണുപ്പായതുകൊണ്ട്. അപ്പോൾ പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ ചെന്നിട്ടുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ കുറച്ച് ലേറ്റായി പോയി. നമ്മൾ സൂവിലൊക്കെ പോകുമ്പോൾ കുറച്ച് നേരത്തെ പോയാലല്ലേ നമുക്ക് ആനിമൽസിനെയൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റായി പോയി. എന്നാലും കുഴപ്പമില്ല, നല്ല അടിപൊളി സൺസെറ്റൊക്കെ ഞങ്ങൾ കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കാറിൽ കയറിയപ്പം സൺ കിസ് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ. അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു പുറത്ത്. പക്ഷേ റൂമിനകത്താണെങ്കിൽ നല്ല തണുപ്പ് നമ്മൾ റൂമിലിരിക്കുമ്പോൾ. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ ഒരു കോഫി ഷോപ്പിൽ നിർത്തി കോഫി കുടിക്കാൻ വേണ്ടിയിട്ട്. ഇവിടുന്ന് അത്യാവശ്യം അടുത്തായിട്ടോ. അപ്പോൾ കോഫി ഒന്നും കുടിക്കാതെ ഇറങ്ങിയത്. അപ്പോൾ കോഫി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കോഫി ഷോപ്പ് നിർത്തിയിട്ട്, അപ്പം അതിൻ്റെ തൊട്ടപ്പുറത്തിൽ ബക്കാലയുണ്ട്. അപ്പോൾ പിള്ളേർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ജ്യൂസോ എന്തെങ്കിലും സ്നാക്സോ ഒക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ബക്കാലയിലോട്ട് പോയിട്ടാ. അപ്പോൾ ഇവിടുത്തെ വീടുകളാട്ടോ ഇതൊക്കെ. ഈ കാണുന്നത് ഇതേപോലത്തെ വീട്ടിൽ തന്നെ ഞങ്ങൾ താമസിക്കുന്നത്. ഇവിടുത്തെ വീടുകൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. ഇങ്ങനെ നമ്മുടെ നാട്ടിലെ പോലെ പുറത്തേക്കല്ല ജനൽ ഇങ്ങനെ തുറക്കുന്നത്. ജസ്റ്റ് ഇങ്ങനെ ഒരു ജനൽ കൊടുത്തിട്ട് അതിൻ്റെ വിൻഡോസ് അകത്തുനിന്ന് മറ്റേ സ്ലൈഡിങ് ഡോറ് പോലെ കൊടുത്തേക്കുന്നത്. അപ്പോൾ എല്ലാ വീടുകൾക്കും അങ്ങനെ തന്നെ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ കുറേ ലേറ്റായെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ സൺസെറ്റൊക്കെ കണ്ട്, പിന്നെ ഇതൊക്കെ ഈത്തപ്പഴത്തിൻ്റെ തോട്ടങ്ങളാണ് കേട്ടോ. അപ്പോൾ അടിപൊളി സൺസെറ്റായിരുന്നു ഞങ്ങൾ കണ്ടത്. ഇങ്ങനെ മലയുടെ അടിയിലേക്ക് ഇങ്ങനെ സൂര്യൻ പോകുന്നതായിട്ടാണ് കണ്ടത്. അപ്പോൾ നമ്മൾ നമ്മുടെ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നല്ല സന്ധ്യ സമയം, അടിപൊളി ആംബിയൻസ് ആയിരുന്നു കേട്ടോ. പിന്നെ പാർക്കിൽ പോയപ്പോലും കിട്ടത്തില്ല ഇത്ര അടിപൊളി ആയിട്ടുള്ളൊരു പ്ലേസ്. അപ്പം അവിടെ കോഫി ഷോപ്പ്, പിന്നെ റെസ്റ്റോറൻറ്റ് എല്ലാം ഉണ്ട്. പിന്നെ ഇങ്ങനെ നമ്മുടെ മാനുകളൊക്കെ ഇല്ല, അതിനൊക്കെ ഇങ്ങനെ തുറന്ന് വിട്ടേക്കാണ്. വന്ന ഉടനെ തന്നെ ഞങ്ങൾ മോളെ കുതിരയെ കയറ്റാൻ വേണ്ടിയിട്ട് ആ കുതിരയ്ക്കുള്ള സ്ഥലത്തേക്ക് വന്നേ കേട്ടോ. അവിടെ ഇങ്ങനെ ഒരു റൗണ്ട് കറക്കുന്നതിന് എന്തോ 5 റിയാലോ അത്ര എന്തോ ആയിരുന്നു. അപ്പോൾ അഫ്രീൻ ഞങ്ങൾ ഫസ്റ്റ് കുതിരയെ കയറ്റി. ഞാൻ പറഞ്ഞില്ല, മാനയൊക്കെ ഇങ്ങനെ തുറന്നു വിട്ടേക്കുക. നമ്മൾ ഇരിക്കുന്നിടത്തൊക്കെ ഇങ്ങനെ മാൻ വരും. ഭയങ്കര രസം. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ നമ്മൾ ഇരിക്കുന്നിടത്തൊക്കെ മാൻ ഇങ്ങനെ നടക്കുന്നത് കാണുന്നത്. അപ്പോൾ അഫ്രീ ഫെസിക്കുട്ടനെയൊക്കെ വിളിച്ചിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ നേരെ കുതിരയുടെ പുറത്ത് കയറ്റി. ഇനി ഒരു റൗണ്ട് കറക്കിയിട്ട് വന്നിട്ട് വീണ്ടും കയറണമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ പിന്നെ ഞങ്ങൾ അടുത്ത കുഞ്ഞുങ്ങൾക്ക് കളിക്കുന്ന മറ്റേ സ്ലൈഡ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ടായിട്ടാണ് പോയത്. അപ്പോൾ അഫ്രിദ കുതിരപ്പുറത്ത് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ അഫ്രി കുതിരസവാരിയൊക്കെ കഴിഞ്ഞിട്ട് കുതിരയുടെ പുറത്തുനിന്ന് ഇറങ്ങിയിട്ടുണ്ട്. തിരിച്ച് കയറണമെന്ന് പറയുന്നുണ്ട്, നമ്മൾ കയറ്റിയിട്ടില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്നു. പിന്നെ കുട്ടികളെ ഇങ്ങനെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് പോയി. അത് കഴിഞ്ഞിട്ട് കുറച്ച് മൃഗങ്ങളേ ഉള്ളൂ കേട്ടോ, കുറച്ച് ആനിമൽസേ ഉള്ളൂ. ഓസ്ട്രിച്ച് അങ്ങനെ കുറച്ച് ആനിമൽസൊക്കെ ഉണ്ട്. പക്ഷെ അടിപൊളിയായിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു പാർക്കോ സൂവോ എന്ത് വേണമെങ്കിലും പറയാം. പിന്നെ നിറച്ച് മാവാണ്. മാവ് ഇങ്ങനെ പൂവിട്ട് നിൽക്കുകയാണ്. ഭയങ്കര പ്രൈവസി ഉണ്ട്, ആർക്കും എവിടെ ഇരിക്കാം. നല്ല പ്രൈവസി ഉള്ള ഏരിയ ആണ്. നമ്മൾ നടന്ന് ഈ ആനിമൽസ് ഒക്കെ ഉള്ള ഏരിയയിലേക്ക് വന്നേട്ടാ. ആദ്യം തന്നെ നമ്മൾ ഓസ്ട്രിച്ചിനെയാണ് കണ്ടത്, ഒട്ടകപ്പക്ഷി കുറേ ഉണ്ട്. പിന്നെ എമു അങ്ങനെ കുറേ ഉണ്ട്. പിന്നെ ഇങ്ങനെ നമ്മൾ ഊഞ്ഞാലുകളുണ്ട്, നല്ല ലെങ്തിൽ പോകുന്ന ടൈപ്പിൽ ഊഞ്ഞാലുകളുണ്ടായിരുന്നു. പിന്നെ ഇതെന്താ, ഏതോ ഒരു മാനാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അപ്പോൾ എന്തൊക്കെയോ ഇങ്ങനെ കുറേ ഏതോ അങ്ങ് ദൂരെയൊക്കെ കുറേ മാനോ എന്തൊക്കെയോ സാധനങ്ങൾ നിൽപ്പുണ്ട്. ആട് അതൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ അഫ്രി ആദ്യം തന്നെ ഓടി. അഫ്രിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആനിമൽസിനെയൊക്കെ. മാൻ്റെയൊക്കെ അടുത്തോട്ട് ചെയ്തിട്ട് കുറേ ഇങ്ങനെ കൂട്ടിലിട്ടിട്ടുണ്ട്. അല്ലാതെ കുറേ മാനെ ഇങ്ങനെ തുറന്നും വിട്ടിട്ടുണ്ട് അവർ. പിന്നെ എനിക്ക് തോന്നുന്നു നൈറ്റൊക്കെ ആകുമ്പോൾ തിരിച്ച് കയറ്റുമായിരിക്കും. തൈത ഞാൻ പറഞ്ഞ ഊഞ്ഞാൽ. പക്ഷെ ഞങ്ങൾക്ക് ആടാൻ പറ്റിയില്ല, കാരണം അവിടെ കുറേ കുട്ടികൾ നാടുമായിരുന്നു. അപ്പോൾ ഇത് ആടാണെന്ന് തോന്നുന്നു. ഇതിനെ സെയിലും ചെയ്യുന്നുണ്ട് അവർ, ഈ ആടിനെ അവിടുന്ന്. അങ്ങനെ ആടിനെയൊക്കെ കണ്ട് കുറേ നമുക്കറിയാത്ത പേരറിയാത്ത കുറേ ആടുകളും പിന്നെ അമേരിക്കൻ പീജിയണോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു ഇതിൻ്റെ പേര്. അങ്ങനെ കുറേ പ്രാവുകൾ,
ഹസ്കി, നമ്മുടെ നാട്ടിലെ ഡക്ക്, പിന്നെ എന്തോ മുയൽ, മയിൽ, അങ്ങനെ കുറേ സാധനങ്ങൾ, അരയന്നം, പിന്നെ ഈ ഹസ്കി അങ്ങനെയാണെന്ന് തോന്നി ഈ ഡോഗിൻ്റെ പേര്, അതിനെയൊക്കെ കണ്ടു. അതിന് ശേഷം അവിടുന്ന് നമ്മൾ വീണ്ടും ഇങ്ങനെ ഫുള്ളൊന്ന് കറങ്ങി കാണണമല്ലോ. അങ്ങനെ നടന്ന് കണ്ടോ, ഇങ്ങനെ ഓരോരുത്തർക്ക് ഇരിക്കാം, നമുക്ക് അങ്ങനെ റെൻറ്റിനെടുക്കാൻ പറ്റുക ഇരിക്കുന്ന സാധനം. അങ്ങനെ കുറേ ആൾക്കാർ അവിടെ, നല്ല തണുപ്പല്ലേ, അതുകൊണ്ട് നമ്മൾ തീ കായുന്നുണ്ട്. ഉണ്ടോ, ഞാൻ പറഞ്ഞില്ലേ മാന ഇങ്ങനെ തുറന്നു വിട്ടേക്കാണെന്ന്. പിന്നെ ഇങ്ങനെ ഒരു നല്ല ഭംഗിയുണ്ട്, ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ സൂപ്പറാട്ടോ. അപ്പോൾ ബൊഗൈൻവില്ലയൊക്കെ പൂത്തേക്കുന്നുണ്ട്. നമ്മൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ കുട്ടികൾക്ക് അതിലേക്കൂടെ നടക്കുമ്പോൾ ലൈറ്റ്സ് കാണുമ്പോൾ ഭയങ്കര അട്രാക്ഷനാണ്. അപ്പോൾ കുഞ്ഞുങ്ങളതൊക്കെ നോക്കി നിൽക്കുന്നുണ്ട്. ഇത് ഞാൻ പറയും, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടെ ഇങ്ങനെ മാന ഇങ്ങനെ തുറന്നു വിട്ടേക്കുന്നതാണ്. നല്ല ഭംഗി, ഇത്രയും അടുത്ത് ആദ്യമായിട്ടോ മാനയൊക്കെ കാണുന്നത്. പിന്നെ നേരെ അവിടുന്ന് കുഞ്ഞുങ്ങളെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ ഒരു ഏരിയയിലോട്ട് വന്ന്, അവിടെ എന്തോ 5 റിയാലോ 10 റിയാലോ എന്തോ ആണെന്ന് തോന്നി ഇങ്ങനെ ഓരോന്നിന് കയറുന്നതിന്. അഫ്രിക്ക കളിച്ചിട്ട് മതിയായിട്ടില്ല, വീണ്ടും കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫെസിക്കുട്ടനാണെങ്കിൽ ഇരിക്കുന്നു, അത് പൊക്കിക്കൊണ്ട് നടക്കുന്നു, വീണ്ടും ഇരിക്കുന്നു, അത് പൊക്കിക്കൊണ്ട് നടക്കുന്നു. ഇത് തന്നെ ആയിരുന്നു പരിപാടി. അങ്ങനെ പിള്ളേർ കുറേ നേരം അവിടെ കളിച്ചു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നമ്മൾ ഫർഷയൊക്കെ വിരിച്ചിട്ട് അവിടെ പോയിട്ട് ഇരുന്ന് കുറേ സംസാരിക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഒരു 7:30-8 മണിയായപ്പോഴത്തേക്ക് നല്ല തണുപ്പ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തണുപ്പ് കൂടിയപ്പോൾ നമ്മൾ അവിടെ നിന്ന് പോകാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഇതാണ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കളിക്കുന്ന ഒരു ഏരിയ കേട്ടോ. കുറേ പിള്ളേരുണ്ട്. പിന്നെ വീഴുന്നു, കളിക്കുന്നു, വീഴുന്നു. ഇത് കണ്ട ആഫ്രിക്ക ആണെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഈ സ്ലൈഡ് പോലത്തെ സംഭവം. അതിനകത്തൂടെ പിടിച്ചു കയറുക, ഇറങ്ങുക. പിന്നെ ഇവിടെ ഫെസിക്കുട്ടിനെ സ്നേഹിക്കലായി. അങ്ങനെ സ്നേഹിക്കുകയും ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളിയും പിടിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അങ്ങനെ ഇത് അവിടുത്തെ എന്തോ ഒരു കോഫി ഷോപ്പ് പോലെ നല്ല രസമുണ്ട്, എല്ലാം അറേഞ്ച് ചെയ്തേക്കുന്നത് കാണാൻ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നമ്മുടെ കാർ പാർക്കിംഗ് ഫസ്റ്റ് കയറി വരുന്നൊരു ഏരിയ കേട്ടോ ഇത്. അങ്ങനെ ഇറങ്ങി ഞങ്ങൾ പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. പക്ഷേ ഫുഡ് കഴിക്കാൻ പോകുന്ന വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു. നമ്മൾ വന്നേക്കുന്നത് ഇവിടെ വത്സ്ബയിലാണ്. അവിടെ അത്യാവശ്യം ഫേമസ് ആയിട്ട്, ഞങ്ങൾ നിൽക്കുന്ന ഏരിയയിലൊരു ഫേമസ് ആയിട്ടുള്ളൊരു റെസ്റ്റോറൻ്റാണ് വത്സ്ബ. അപ്പോൾ വത്സ്ബയിൽ വന്ന് അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ നെഹദി ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ കയറുന്നതും ഒക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്. ഇപ്പം ഒത്തിരി സ്പേഷ്യസ് ആയിട്ടുള്ളൊരു സ്പേസ് ഉള്ളൊരു ഏരിയ കേട്ടോ. അങ്ങനെ ഫാമിലിക്ക് വേറെ, അല്ലാതെ ബാച്ചിലേഴ്സിന് വേറെ ആയിട്ടാണ് ഇവിടെ ഫുഡ് ഇങ്ങനെ കൊടുക്കുന്ന സൗകര്യം. അങ്ങനെ കുറേ ഇടത്തൊക്കെ അങ്ങനെയാണ്. ഫാമിലിക്ക് പ്രത്യേകം ഡൈനിങ് ഏരിയ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള സ്പേസും ഉണ്ട്, നമുക്കല്ലാതെ താഴെ ഇരുന്ന് കഴിക്കത്തക്ക രീതിയിലുള്ളതുണ്ട്. അപ്പോൾ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഞാൻ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. ബൈ.